ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമുക്കൊരു വെറൈറ്റി സാധനം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലല്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകം ഒന്ന് മൂത്തതിന് ശേഷം നമ്മളതിലേക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് ഒതുക്കി അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് കുരുമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല. ഓക്കെ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഓക്കെ, ഇതൊന്ന് ശരിയായതിനു ശേഷം നമ്മളതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ചെറുതായി അരിഞ്ഞ കൂന്തലിൻ്റെ കഷ്ണങ്ങൾ, ഓക്കെ, അതും കൂടി സെറ്റായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വേവാനുള്ള അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് നല്ല ഭദ്രമായി ഒന്ന് അടച്ചു വെക്കാം. സംഭവം ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി ഈ സാധനത്തിലേക്ക് നമുക്ക് നമ്മളെ റെസിപ്പിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഈ വെള്ളം ഇങ്ങനെ തിളച്ച് നല്ല സെറ്റായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് അല്പം പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റവ. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇവിടെ ഒരു വെറൈറ്റീൻ്റെ സാധനം വന്നത്. ഇന്ന് നമ്മൾ ഇതിലേക്ക് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ റവ ഇട്ട് കൊടുത്ത് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. കണ്ടോ, സംഭവം ഏകദേശം ഒരു കണ്ടീഷനായി വന്നിട്ടുണ്ട്. നമുക്ക് അധികം ഡ്രൈ ആകാൻ പാടില്ല കേട്ടോ. അപ്പോൾ 2 കൂന്തൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ടൂത്ത് പിൻ ഉപയോഗിച്ച് നല്ലോണം തുളയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ച ആ മിശ്രിതം, ഓക്കെ, അതിങ്ങനെ ഫോയിൽ വഴി നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക. സംഭവം ഇത് ആദ്യമായിട്ടുള്ളൊരു പരീക്ഷണമാണ് ഗൈസ്. റിസൾട്ട് വന്നപ്പോൾ ഹാപ്പിയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഫൈനൽ റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. സംഭവം ഇതിങ്ങനെ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ടൂത്ത് പിൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സാധനമൊക്കെ പൊട്ടിച്ചാടി പുറത്ത് വരും. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അരിപ്പയിൽ ഇങ്ങനെ ഇത് ആവി കൊള്ളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ സാധനം ഇതിങ്ങനെ വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സാധനം നന്നായി അങ്ങോട്ട് വീർത്ത് വന്നു. അപ്പോൾ ശരിക്കും എനിക്ക് പേടിയായി. ഞാൻ മെല്ലെ മൂടി ഊരി ഇതിനൊക്കെ വീണ്ടും കുറച്ച് തുളയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഇതിൻ്റെ ഷേപ്പൊക്കെ ആകെ മാറി, ഇപ്പോൾ ഒരു ആനക്കൊമ്പ് സ്റ്റൈലായി വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം അങ്ങനെ അതൊക്കെ വെന്ത് റെഡിയായി വരുന്നുണ്ട്. നമുക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. ആദ്യൊരു പാനിലേക്ക് നമ്മൾ വീണ്ടും അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി ചില്ലിപ്പൊടി, അല്പം മഞ്ഞളും അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ സാധനം ഈ ഒരു മിശ്രിതത്തിലിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ സോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഓക്കെ, ഇതിൽ തന്നെ ഈ സാധനം കോട്ടിങ്ങിലേക്ക് നല്ല അടിപൊളിയായിട്ട് പിടിക്കണം. അപ്പോൾ ഇത് ചെറിയൊരു സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഞാനൊന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട്. സംഭവം ഫൈനലി ഗൈസ് ഇതാ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.